സയൻറ്റിഫിക് ഓഫീസർ ഈ ഒരു പോസ്റ്റിലേക്ക് PSC വിജ്ഞാപനം കൊണ്ടുവന്നിരിക്കുകയാണ്. MSc കെമിസ്ട്രി ആണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡേ 5 ആണ് നമുക്ക് റെക്കോർഡഡ് വീഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചവർക്കും 2 കാറ്റഗറി അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ പ്ലാൻ മുന്നോട്ട് പോകുന്നത് 4 days ഫ്രീ കോഴ്സ് ആക്ടിവിറ്റിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി യൂട്യൂബ് ചാനൽ. കേരള പോലീസിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ സയൻറ്റിഫിക് ഓഫീസർ ഈ ഒരു പോസ്റ്റിലേക്ക് PSC വിജ്ഞാപനം കൊണ്ടുവന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻസ് വന്നു, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അല്ലേ. നമുക്ക് ഒരുപാട് ആകർഷണീയമായുള്ള ഫീച്ചേഴ്സ് കൂടിയുള്ള ഒരു എക്സാം കൂടിയാണിത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ സാലറി തന്നെയാണ്. അതിനൊരു ബേസിക് സാലറി എന്ന് പറയുന്നത് 51,400 രൂപ മുതൽ നമുക്ക് എത്ര വരെ വരാം, 1 ലക്ഷത്തിന് മുകളിലാണ് ഇതിൻ്റെ ഒരു സാലറി പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ജോലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഒരു ഫോഴ്സ് ജോലിയാണ്. പക്ഷെ നമുക്കിത് എന്ത് പാസ്സാവണ്ട, ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല അല്ലേ. സാധാരണ ഒരു ഫോഴ്സിലേക്കുള്ള ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഉണ്ടായിരിക്കും. പക്ഷേ ഫിസിക്കൽ ഒന്നുമില്ലാത്ത ഒരു എക്സാം കൂടിയാണ് സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു എക്സാം. ഇനി ഇത് ഏതൊക്കെ എക്സാമിലേക്കാണ് നമുക്ക് PSC വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി കാറ്റഗറി നമ്പർ 633/2023. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്, നമ്മൾ ഈ പറയുന്ന എല്ലാ കാറ്റഗറീസും അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് January 31 ആണ്. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക, ഇനിയും അവസാനത്തിലേക്ക് വയ്ക്കരുത്, വേഗം തന്നെ ചെയ്യുക കേട്ടോ. കാരണം കുറച്ച് സൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? MSc കെമിസ്ട്രി ആണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ 50% കുറയാതെ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അതേപോലെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതൊന്നുകിൽ MPhil ഡിഗ്രി ആവാം, അതുമല്ല എന്നുണ്ടെങ്കിൽ റിസർച്ച് എക്സ്പീരിയൻസ്, 2 വർഷത്തിൽ കുറയാതെയുള്ള റിസർച്ച് എക്സ്പീരിയൻസ്. അത് നമുക്ക് എന്താ പറയുക, ബേസിക് ക്വാളിഫിക്കേഷൻ അല്ല, ബേസിക് എന്താ MSc കെമിസ്ട്രി ആണ്, മറ്റേത് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആട്ടോ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബയോളജി ആണ്, സയൻറ്റിഫിക് ഓഫീസർ ഇൻ ബയോളജി. ബയോളജിയിൽ നമുക്ക് 2 കാറ്റഗറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് MSc ബോട്ടണി പഠിച്ചവർക്കും അതേപോലെ തന്നെ MSc സുവോളജിക്കാർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമാണ് സയൻറ്റിഫിക് ഓഫീസർ ഇൻ ബയോളജി. കാറ്റഗറി നമ്പർ 634/2023 അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ കെമിസ്ട്രിയുടെ പറഞ്ഞ പോലെ തന്നെ ഇതും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ 50% കുറയാതെ മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അതേപോലെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനുണ്ട്, MPhil ഡിഗ്രിയും അതേപോലെ തന്നെ 2 വർഷത്തിൽ കുറയാതെയുള്ള റിസർച്ച് എക്സ്പീരിയൻസും. ദെൻ നെക്സ്റ്റ് കാറ്റഗറിയാണ് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ്. ഇത് 2 പേർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് ക്വാളിഫിക്കേഷൻ 2 ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് MSc കെമിസ്ട്രി പഠിച്ചവർക്കും അതേപോലെ തന്നെ MSc ഫിസിക്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്ത്, സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ കാറ്റഗറി നമ്പർ 635/2023 ആണ്. ഇതിലും MPhil ഡിഗ്രി പറയുന്നുണ്ട്, പക്ഷേ എന്താ റിസർച്ച് എക്സ്പീരിയൻസ് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ഇതിൽ പറയുന്നില്ല. ദെൻ നെക്സ്റ്റ് ഫിസിക്സ് ആണ്, സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫിസിക്സ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് MSc ഫിസിക്സ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ എല്ലാം പോലെ തന്നെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, 50% കുറയാതെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കണം. അതേപോലെ തന്നെ എന്തുകൂടിയുണ്ട്, ഫിസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ് എക്സാം വിളിച്ചിരിക്കുന്നത് എന്താ ഫിസിക്സ് ആണ്, അതായത് സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫിസിക്സ്. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc ഫിസിക്സ് ആണ്. മാത്രമല്ല ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, MPhil ഡിഗ്രിയും അതേപോലെ തന്നെ 2 വർഷത്തിൽ കുറയാതെയുള്ള റിസർച്ച് എക്സ്പീരിയൻസും. കാറ്റഗറി നമ്പർ 636/2023 ആണ്. അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചവർക്കും 2 കാറ്റഗറി അപ്ലൈ ചെയ്യാം. ഇനി സുവോളജി അല്ലെങ്കിൽ ബോട്ടണി പഠിച്ചവർക്കാണെങ്കിൽ ഈ ഒരു കാറ്റഗറി മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഏറ്റവും റീസെൻ്റ്ലി നടന്ന 2 എക്സാംസാണ് നമുക്ക് കാണാനായിട്ടുള്ളത്
ഇവിടെ. അതായത് 2021 നടന്നൊരു എക്സാമുണ്ട്, അതേപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം നടന്ന NCAയുടെ സയൻറ്റിഫിക് ഓഫീസർ NCAയുടെ എക്സാം കൂടി ഉണ്ട് കേട്ടോ. ഇത് വെച്ച് നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ച് തുടങ്ങാൻ പറ്റിയിട്ടുള്ള, അതായത് നമ്മുടെ മോഡലായിട്ട് മുന്നിൽ വയ്ക്കാൻ പറ്റിയിട്ടുള്ള 2 എക്സാംസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദെൻ എൻട്രിയിൽ സയൻറ്റിഫിക് ഓഫീസർ, കെമിസ്ട്രി, ഫിസിക്സ്, ഡോക്യുമെൻറ്റ്സ്, അതേപോലെ തന്നെ ബയോളജി ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ 120 days കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ റെക്കോർഡ്സ് വീഡിയോ ക്ലാസ്സസ്, അതായത് എല്ലാ ടോപ്പിക്സിൻ്റെയും നമ്മുടെ സിലബസ് ബേസ് ചെയ്തുള്ള എല്ലാ ടോപ്പിക്സിൻ്റെയും റെക്കോർഡഡ് വീഡിയോ ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ സബ്ജക്റ്റിനുള്ള മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ആ 100 ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അത്രയും ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി നോട്ട്സും ഓരോ വീഡിയോയുടെ താഴെയായിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ നമുക്ക് എക്സാംസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ടോപ്പിക് വൈസ് എക്സാം, ഇപ്പോൾ ബയോളജിയുടെ കേസ് പറയുവാണെങ്കിൽ ഫൈക്കോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സാംസ് ഉണ്ടായിരിക്കും, ടോപ്പിക് വൈസ് എക്സാംസ് ആയിരിക്കും. അതേപോലെ തന്നെ ലൈവ് എക്സാംസ് ഉണ്ടായിരിക്കും, 24 hours ആക്റ്റീവായിട്ടിരിക്കുന്ന ലൈവ് എക്സാംസ് ഉണ്ടായിരിക്കും, മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ എല്ലാ ടോപ്പിക്സും കൂടി മിക്സ് ചെയ്ത് വരുന്ന മോഡൽ എക്സാംസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ദെൻ വാട്സപ്പ് ഗ്രൂപ്പ്സ്, അതായത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ മെൻറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി കൂടുതൽ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻട്രിയുടെ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ക്ലാസ്സുകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൊണ്ട് അതിൽ തന്നെ റെക്കോർഡ് ക്ലാസ് ആണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ്, എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു റെഫറൻസ് ഒരിക്കലും എടുക്കേണ്ടതായിട്ട് നമുക്ക് ആവശ്യം വരുന്നില്ല, കാരണം എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ പ്ലാൻ മുന്നോട്ട് പോകുന്നത് 4 days ഫ്രീ കോഴ്സ് ആക്ടിവിറ്റിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യണമെങ്കിൽ, നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ട്രയൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു 4 ദിവസത്തെ ഒരു പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് നമ്മൾ നൽകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സ്ലൈഡ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് 4 days ഫ്രീ ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് 4 days പ്രീ കോഴ്സ് ആക്ടിവിറ്റിയാണ്. അതായത് നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഒരു 4 ദിവസമായിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രീ കോഴ്സ് ആക്ടിവിറ്റി തുടങ്ങുന്നത്. അതിൽ 1ാം ദിവസം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്, എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസ് മുന്നോട്ട് പോകുന്നത്, നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡേ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ മുന്നോട്ട് പോകുന്നത്. ദെൻ ഡേ 2 എന്ന് പറയുമ്പോൾ സിലബസ് ഡിസ്കഷൻ. നിങ്ങൾ കെമിസ്ട്രി ആണോ, ഫിസിക്സ് ആണോ, ബയോളജി ആണോ, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അതിൻ്റെ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. അതിൽ ഏതൊക്കെ ടോപ്പിക്സ് എങ്ങനെ പഠിക്കണം, ഏതെല്ലാം രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അപ്പം അങ്ങനെയുള്ള സിലബസ് ഡിസ്കഷൻ ആയിരിക്കും നമ്മുടെ ഡേ 2 പോകുന്നത്. ഡേ 3 ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അതും ഇതേപോലെ തന്നെ ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ഡെപ്തിൽ ചോദിക്കുന്നുണ്ടോ. ഇപ്പോൾ വീണ്ടും ഞാൻ ഫൈക്കോളജിയിലേക്ക് വരുവാണ്. ഫൈക്കോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് ആൽഗൽ ടൈപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ടൈപ്പും, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ എല്ലാ ടൈപ്പും പഠിക്കണോ, ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് PYQ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാകും, എവിടെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഒഴിവാക്കി പഠിക്കാം എന്നൊക്കെ നമുക്ക് ഈ ഒരു ഡേ 3 PYQ ഡിസ്കഷൻ നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഡേ 4 യൂസർ ലെവൽ ചെക്കിംഗ് ആണ്. അതായത് നമ്മുടെ പഠനം എവിടെ വരെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണോ, എന്തൊക്കെ നമ്മൾ ഇനി ഒന്നുകൂടി മേക്കപ്പ് ചെയ്തെടുക്കണം, അതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡേ 4 ആക്ടിവിറ്റി നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. യൂസർ ലെവൽ ചെക്കിംഗ് ആണ്. ദെൻ ഡേ 5 ആണ് നമുക്ക് റെക്കോർഡഡ് വീഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എന്തായിരുന്നു ഓരോ പ്ലാൻ ഉണ്ടായിരിക്കും. ആ പ്ലാനിൻ്റെ ബേസിൽ ഓരോ ദിവസവും പഠിക്കേണ്ട റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കാനും സാധിക്കും.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോഴ്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ടും ക്ലാസ്സും PDF നോട്ട്സും ആണ്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം MSc കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നവരുണ്ടാവും നിങ്ങളുടെ ഇടയിൽ. അതേപോലെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിലും മറന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഗ്യാപ്പ് ഇല്ലെങ്കിൽ തന്നെ മറന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താ പറയുക നോട്ട്സൊക്കെ കളക്ട് ചെയ്തെടുക്കുക. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള എന്താ പറയുക ടെക്സ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അന്വേഷിച്ച് നടന്ന് നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേസ്റ്റേജ് ഇല്ലാതെ ഒരു എന്താ പറയുക ഒരു ടൈം ഫ്രെയിമിൽ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് എൻട്രിയിലെ നിങ്ങളുടെ ഒരു കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്